ഗൈസ്, നമ്മൾ എറണാകുളത്ത് പോവാണ്. ഇവിടുന്ന് ബസ് 9:20 ബസ് ഉണ്ട്, അതിനാണ് നമ്മൾ പോകുന്നത്. ഇപ്പം 9:15 കഴിഞ്ഞു. നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത് ഓടുമായിരുന്നു ബസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ 9:20 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 10:30 ഇവിടെ കുറെ വൈറ്റില ബസ് ഉണ്ട്, പക്ഷെ എല്ലാം ഇടക്കിടക്കേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ സ്റ്റോപ്പ്, ഓടമ്പള്ളി ഹരിയങ്കാവ് ജംഗ്ഷൻ. ലുക്ക്, ഫ്ലവേഴ്സ് അതൊക്കെ കിട്ടും കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ജംഗ്ഷൻ. ഞങ്ങളുടെ സ്റ്റോപ്പ് ഹരിയങ്കാവ് ദേവി ക്ഷേത്രം. പിന്നെ ഇപ്പോഴും നമ്മൾ മെറ്റീരിയൽ എടുക്കാൻ പോകുന്ന സമയത്ത് കുറച്ച് സമയം മറൈൻ ഡ്രൈവിലൊക്കെ അങ്ങനെ ചുറ്റിക്കറങ്ങി അവിടെ കുറച്ച് സമയം ചിലവഴിച്ചിട്ടൊക്കെയാട്ടാ മെറ്റീരിയൽ എടുക്കാൻ പോകാറുള്ളത്. ബ്രൈറ്റ്നസ് ഒക്കെ കൂട്ടിയിട്ട് എടുക്കണം. അപ്പോൾ ഇന്നെനിക്ക് കുറച്ച് റീറ്റെയിലായിട്ട് മാത്രമേ മെറ്റീരിയൽ എടുത്താൽ മതിയായിരുന്നു കേട്ടോ. ഹോൾസെയിലായിട്ട് ഇപ്പോൾ തൽക്കാലത്തൊക്കെ എടുക്കണില്ല. ഇപ്പോൾ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് ഓർഡറിനുള്ള മെറ്റീരിയൽ മാത്രമാണ് നമ്മൾ എടുക്കണത്. അപ്പോൾ ഞങ്ങൾ സ്ഥിരം കയറാറുള്ളത് ഇവിടെ രാധാകൃഷ്ണ ടെക്സ്റ്റൈൽസിൽ നിന്നാണ് നമ്മൾ റണ്ണിങ് മെറ്റീരിയലൊക്കെ നമുക്ക് ആവശ്യത്തിനായിട്ട് മുറിച്ച് വാങ്ങിക്കാറുള്ളത് കേട്ടോ. ഈ കളറായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നാൽ ടോപ്പ് മാത്രം കൊടുക്കും, എന്നിട്ട് പാൻറ് വേറെ ജീൻസിൻ്റെ കൂടെ ഇടാം. ക്രീം കളറിലെ വർക്ക് അല്ല, ഈ കളറിലെ സെയിം കളറിൽ തന്നെ ത്രെഡ് വെച്ചിട്ട് വർക്ക്. ഏതാ നല്ലത്? ഇതാണ് നല്ലതല്ലേ ഈ കളർ. ഇത് പാൻറ് ഇതും കൂടി എടുത്താലോ? എടുത്തു ഇട്ടാ മതി. തയ്ച്ചെല്ലാം കഴിയുമ്പോ ഹൽദി കളർ എന്ന് പറഞ്ഞു ഇത് എത്ര? 4.5 മീറ്റർ എടുത്തു. ലൈനിങ് ഒന്നും വേണമെന്നില്ല, പാൻറിന് വേണമെങ്കിൽ ലൈനിങ് ഇടും. ഇതാണ് നല്ല ഷോപ്പ് പഴയതിൽ നിന്നും കുറച്ചും കൂടി പുതുക്കിയേക്കണ കൊണ്ടിട്ട് കോട്ടൻ്റെ മെറ്റീരിയലും പിന്നെ റണ്ണിങ് മെറ്റീരിയൽ, ജോർജറ്റും ക്രേപ്പ് അങ്ങനെയുള്ള മെറ്റീരിയൽ എല്ലാം ഇപ്പോൾ രണ്ട് സെക്ഷനായിട്ടാണ് അവർ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഒരുപാട് കോട്ടൻ്റെ കളക്ഷനിൽ ഒരുപാട് പുതിയ നല്ല മെറ്റീരിയലൊക്കെ കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെങ്ങനെ പോണാ? ഇവിടെ ഇരുന്ന അങ്ങാട് അടക്കുമ്പോഴല്ലേ ഇരുന്ന? അപ്പോൾ മെറ്റീരിയൽ എല്ലാം എടുത്ത് വന്നപ്പോഴേക്ക് ഏകദേശം ഒരു 1:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിശപ്പ് തുടങ്ങിയത് കൊണ്ടിട്ട് തന്നെ നല്ലോണം വിശക്കണുണ്ടായിരുന്നു. അപ്പോൾ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഒരു ബിരിയാണി വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ 2 എണ്ണം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും കൂടി ആകുമ്പോഴേക്കും അത് കൂടുതലായത് കൊണ്ടിട്ട് തന്നെ പിന്നെ നൈനൂനാണെങ്കിലും നല്ല വിശപ്പുണ്ടായിരുന്നില്ല ആ സമയത്ത്. വെള്ളമൊക്കെ ഒരുപാട് കുടിച്ചേക്കണ കൊണ്ടിട്ട് അവൾക്ക് വിശക്കണില്ലായിരുന്നെന്നാണ് പറഞ്ഞത്. എങ്കിലും നമുക്കിപ്പോൾ 2 ഊണ് വാങ്ങിച്ച് കഴിയുമ്പോഴേക്കും അത് കൂടുതലായി പോകൂലേ. അപ്പോൾ അതുകൊണ്ടിട്ട് ഒരു ബിരിയാണി വാങ്ങിച്ചിട്ട് ഞങ്ങൾ 2 പേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുക.
സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള ത്രെഡൊക്കെ വാങ്ങിക്കാനായിട്ട് കടയിൽ ചെന്ന സമയത്ത് നമുക്ക് യൂട്യൂബിൽ തന്നെ വീഡിയോ ഒക്കെ ചെയ്യണം, നൈസി നാൻസിനെയൊക്കെ കാണാനായിട്ട് പറ്റിയിട്ടാണ്. അപ്പോൾ അവരും ആ ഒരു സമയത്ത് കടയിലുണ്ടായിരുന്നേ. ഞാൻ ആദ്യം കണ്ടില്ലായിരുന്നു, അപ്പോൾ മോളാണ് എന്നെ വിളിച്ച് കാണിച്ചു തന്നത്. നമ്മൾ നേരിട്ടല്ലാതെ ഒരുപാട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണ് തമ്മിൽ കാണുന്നത്. വാങ്ങിക്കേണ്ട സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ ഞാൻ എഴുതി കൊണ്ടുപോകട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ഓരോ കൂട്ടം എടുത്ത് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അത്യാവശ്യത്തിന് വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടും ഉണ്ടാവില്ല, അല്ലാത്തതൊക്കെ കുറേ വാങ്ങിച്ചിട്ടുണ്ട് വരും. പിന്നെ വരണ വഴി കുറച്ച് കമ്മലും കൂടിയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. നമ്മൾ റോഡ് സൈഡിൽ നിന്നൊക്കെ ഇട്ട് വെക്കണ ഹിന്ദിക്കാരില്ലേ, അവരുടെ കയ്യിൽ നിന്ന് ഒരു 3-4 സൈസ് കമ്മൽ ഞങ്ങൾ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ മെറ്റീരിയൽ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങൾ ഹസ്ബൻഡിൻ്റെ ഓട്ടോയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ചേട്ടൻ അവിടെ വൈറ്റിലയിൽ കിടന്ന് ഓട്ടോ ഓടണോണ്ടിട്ട് തന്നെ എപ്പോഴും മെറ്റീരിയൽ എടുക്കാൻ പോകുന്ന സമയത്ത് ഇതേപോലെ തിരിച്ചു പോരുമ്പോഴേക്കും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കൂട്ടാം. എന്നിട്ട് ഒന്നിച്ചാണ് ഞങ്ങൾ പോരാറുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ബസ്സിനൊക്കെയാണ് തിരിച്ചു പോരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എറണാകുളത്തു നിന്ന് ചേർത്തലയിലേക്ക് ഈ ഒരു ടൈമൊക്കെ ആകുമ്പോഴേക്കും ബസ്സിൽ നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു കിറ്റുകളും എല്ലാം പിടിച്ചിട്ടിട്ട് ബസ്സിനൊക്കെ പോരണം എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യവും. നല്ല അന്തരീക്ഷമൊക്കെ ആകെ ഇരുണ്ട് പുകഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മഴക്കാറുണ്ടായിരുന്നു. പിന്നെ കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല ഇടിവെട്ടി നല്ല മഴയും തകർത്ത് പെയ്ത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് വണ്ടി നിർത്തി വൈകുന്നേരത്തൊക്കെയുള്ള ഭക്ഷണം കുറച്ച് ഇറച്ചിയും പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നത്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും കറണ്ടും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങളവിടെ എമർജൻസി ലൈറ്റൊക്കെ തെളിച്ച് വെച്ചിട്ട് ഞങ്ങൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാ. രാത്രി ആയില്ല ആ വന്ന സമയത്ത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന 2 ബെഡ്ഷീറ്റ് ആയിരുന്നു. ഇതൊരെണ്ണം ഒരു ഫാമിലി കോട്ടിൻ്റെ ബെഡ്ഷീറ്റ് വാങ്ങിച്ചായിരുന്നു. ഒരു ഡബിൾ കോട്ടിൻ്റെ ഒരു 2 ബെഡ്ഷീറ്റ് വാങ്ങിച്ചായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓരോ കസ്റ്റമർക്ക് ഓർഡർ തരണനുസരിച്ചിട്ട് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ കോട്ടൻ്റെ മെറ്റീരിയലും പിന്നെ അതുപോലെ തന്നെ സ്ലബ് സിൽക്ക്, പിന്നെ റയോൺ, പിന്നെ പ്രിന്റഡ് നെറ്റ് അല്ലല്ലോ, റിങ്കിൾ റയോൺ, പിന്നെ ജോർജറ്റ്, എല്ലാ മെറ്റീരിയലും അതിൻ്റെ അകത്ത് പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ കസ്റ്റമർ നമുക്ക് ഇതുപോലെ ഓർഡർ തരണ അനുസരിച്ചിട്ട് നമ്മളിപ്പോൾ കിട്ടുന്ന ഓർഡർ എല്ലാം ഒന്നിച്ച് ഓർഡർ മേടിച്ചിട്ട് പിന്നെ അതിന് ശേഷം പോയിട്ടാണ് നമ്മൾ മെറ്റീരിയൽ എല്ലാം എടുത്തുകൊണ്ട് വരണത്. അപ്പോൾ കുറച്ച് അധികം ഓർഡർ ഈ ആഴ്ച എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കിറ്റ് കാണിച്ചാൽ മതി, ഇല്ലെങ്കിൽ എല്ലാം കൂടി പിന്നെ അങ്ങോട്ടാക്കി വെക്കണ്ടേ. പിന്നെ അതെല്ലാം മാറ്റി വെക്കുന്നിട്ട് കാണിച്ചാൽ മതി. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇതുപോലെ ഓൺലൈൻ ഓർഡർ ഞാൻ എടുക്കാൻ കുറച്ച് കുറച്ച് നമുക്ക് വർക്കൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടായത് കൊണ്ടിട്ട് കുറച്ച് നാളായിട്ട് ഞാൻ ഓൺലൈൻ വർക്ക് എടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പോഴാണ് ഇപ്പോൾ കുറച്ച് ഓർഡർ വന്നപ്പോഴേക്കും ഈ മാസം കുറച്ച് വർക്കൊക്കെ ഉണ്ടായത് കൊണ്ടിട്ട് അപ്പോൾ എന്തായാലും പോയി മെറ്റീരിയൽ എടുത്തേക്കാലെന്ന് കിട്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ കുറച്ച് ഓർഡറിനുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ശേഷം പിന്നെ ഞങ്ങൾക്കായിട്ട് കുറച്ച് മെറ്റീരിയൽ കൂടി ഒക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മളവിടെ എടുക്കാൻ പോയ സമയത്ത് ഇതേപോലെ അജ്രക്കിൻ്റെ പ്രിൻ്റൊക്കെ വരുന്ന ടൈപ്പ് പോളിസ്റ്റർ മിക്സ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ്. എങ്കിലും നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് മെറ്റീരിയൽസ്. ഇത് ഒരു പീസിനല്ല 1 മീറ്റർ 50 രൂപയാണ് ഇതിൻ്റെ അകത്ത് വന്നിരുന്നു വെച്ചത്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് അതൊക്കെ എടുത്ത് കാണിച്ചു കുറച്ച് മെറ്റീരിയൽ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പീഡാക്കല്ലേ, പയ്യെ പയ്യെ ചെയ്യേ, കാണിക്കുന്നതൊക്കെ
അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം മെറ്റീരിയൽ എടുക്കാൻ പോയ സമയത്ത് നമ്മൾക്കായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് ഈ ഒരു മെറ്റീരിയൽ പോളിസ്റ്റർ മിക്സ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ്. എങ്കിലും നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ്. ഒരു മീറ്ററിന് 50 രൂപ വരണുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞങ്ങളുടെ ആവശ്യത്തിനായിട്ട് ഞങ്ങൾ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്ലിറ്റ് ടോപ്പായിട്ടാണ് നമുക്ക് എന്തെങ്കിലും ഫ്രോക്കായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയ കുറച്ച് മെറ്റീരിയൽ. പിന്നെ ഇതെന്ന് വെച്ചാൽ റയോണിൻ്റെ മെറ്റീരിയലാണ്. അതിപ്പോൾ ഇളയ ആൾക്കൊരു ടോപ്പും ബോട്ടവും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണേ. പിന്നെ ഇതൊരു ബിറ്റ് പീസിൽ കിടന്നിരുന്ന ചേട്ടാ. അപ്പോൾ ഒരു ചെറിയൊരു ക്രോപ്പ് ടോപ്പ് പോലെ ചെയ്യാൻ പറ്റിയ രീതിയിൽ ഇങ്ങനൊരു മെറ്റീരിയൽ കിട്ടിയപ്പോഴേക്കും 40 രൂപയാണ്. ഇത്രയും കണ്ടല്ലേ ആയത് ഒരു പീസിന്. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെ അത് എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ അവിടെ ചെന്നപ്പോഴേക്കും ഈ ഒരു ചുരിദാർ സെറ്റിന് 299 രൂപയാണ് ഈ ഒരു സെറ്റിന് വരുന്നത്. ഇതും ഒരു പോളിസ്റ്റർ മിക്സ് ആയിട്ട് വരുന്നതാണ്. എങ്കിലും നമുക്ക് ആ ഒരു റേറ്റിൽ ഷോളും ടോപ്പും ബോട്ടവും കൂടി ഒന്നിച്ച് കിട്ടിയത് കൊണ്ടിട്ട് ഞങ്ങൾ ഒരുപാട് കളറൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. കളറുണ്ടായിരുന്നു, പല പല കൊറേ പാറ്റേൺസ് ഉണ്ടായിരുന്നു, കൊറേ കളർ ഡിസൈൻസ് ഒക്കെ ഉണ്ടായിരുന്നു, കൊറേ ആയിട്ടുള്ള പല നല്ല മെറ്റീരിയൽ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഈ ഒരു കളർ 300 രൂപയ്ക്ക് നല്ല ലാഭമായിരുന്നു. കാരണം ബോട്ടം ഉണ്ട് അതിന്റെ കൂടെ. ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത്. അതേപോലെ ഷോളും വരുന്നുണ്ട്. ഷോളിന് കുറച്ച് ഇറക്കം കുറവാണ്. ഷോളിനും ടോപ്പിനും കുറച്ച് ഇറക്കം. ഞങ്ങൾ ഇവിടെ വന്ന് നോക്കിയപ്പോ ബോട്ടത്തിന് കുഴപ്പമില്ല. ബോട്ടമല്ല ടോപ്പ്. ടോപ്പിനും ഷോളിനും ചെറിയൊരു ഇറക്കക്കുറവ്. ചെറിയ ഇറക്കക്കുറവെന്ന് വെച്ചാൽ നമുക്കൊരു 42 ഇഞ്ച് ലെങ്ത് ആയിട്ടൊക്കെ തയ്ക്കാം. നല്ല ലെങ്തിൽ തയ്ക്കണമെന്നുള്ള ആൾക്കാർക്ക് പറ്റൂല, നല്ല പൊക്കമുള്ളവർക്കൊന്നും പറ്റൂല. എങ്കിലും നമുക്ക് അത്യാവശ്യം വലിയ 300 രൂപക്ക് കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നിയപ്പോഴേക്ക് ഞങ്ങൾ എടുത്തിട്ട് പോകുന്നതാണേ. ഈ ഒരു മെറ്റീരിയലും ഒക്കെ അതുപോലെ തന്നെ 50 രൂപയുടെ പീസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളത് 2 കളറായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആഷും ഈ ഒരു റെഡ്. പിന്നെ അതുപോലെ ഈ ഒരു ഇതും പോളിസ്റ്റർ മിക്സ് തന്നെയാണ്. അപ്പോൾ ഇതും ഞങ്ങൾ ഒരു 2.25 ഇത്രയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ തയ്ക്കാനുള്ള മെറ്റീരിയൽ എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എപ്പോഴും നമ്മൾ മെറ്റീരിയൽ എടുക്കാൻ പോകുമ്പോഴേക്കും സ്റ്റിച്ചിങ്ങിന് വേണ്ട ഐറ്റംസും കൂടിയൊക്കെ എടുക്കേണ്ടി വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പേപ്പർ സ്റ്റിപ്പ് നമുക്കിത് 10 മീറ്ററായിട്ട് വേണം. പേപ്പർ സ്റ്റിപ്പിൻ്റെ റോള് 10 മീറ്റർ അല്ലേ? 10 മീറ്ററിൻ്റെ പേപ്പർ സ്റ്റിപ്പ്. അതുപോലെ തന്നെ നമുക്ക് പലാസോ പാൻറ്റിനൊക്കെ ചെയ്യാൻ പറ്റിയ വീതി കൂടിയ ഇലാസ്റ്റിക്. പിന്നെ എനിക്ക് എപ്പോഴും വേണ്ട ഒരു ജെറി ത്രെഡ്. ഈ ഒരു ഇതെല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. ഇതിപ്പോൾ എപ്പോഴും നമ്മൾ ഏത് ബ്രാൻഡാണ് വാങ്ങിക്കുന്നത് എന്നുള്ളത്. ഇത് ദയാൽജി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ബ്രാൻഡാണ് കേട്ടോ, ഗോൾഡൻ ജെറി ത്രെഡ്. പിന്നെ അതുകൂടാതെ ഒരു ചോക്ക് വാങ്ങിച്ചേ, ടൈലറിങ് ചോക്ക്. അതൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം അവിടെ നിന്ന് ഹോൾസെയിലായിട്ടേ കിട്ടുള്ളൂ, റീറ്റെയിലായിട്ട് നമുക്ക് അവിടെ നിന്നൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ ഒരു പാൻഡയുടെ കമ്പനിയുടെ ഒരു പെൻസിൽ മാർക്കർ. അത് നമ്മൾ അയൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മാർക്ക് നമ്മൾ തുണിയിലൊക്കെ ക്ലോത്തിലൊക്കെ മാർക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അയൺ ചെയ്ത് കഴിയുമ്പോഴേക്കും മാഞ്ഞു പോകും എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും ആവശ്യമുള്ള എൻ്റെ കയ്യിൽ എപ്പോഴും കാണാതെ പോകുന്ന ഒരു സാധനമാണ് ഈ ടേപ്പ്. അത് ഞാനപ്പോൾ ഒരു ബോക്സാണ്. അപ്പോൾ മോള് ചോദിച്ചെന്തിന് ഇത്രയും ടേപ്പ് വാങ്ങിക്കണതിൻ്റെ ആവശ്യം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെപ്പോഴും. പിന്നെ അതുമല്ല നമുക്ക് വീട്ടിൽ ആരെങ്കിലും അത്യാവശ്യമായിട്ടൊക്കെ കസ്റ്റമർ വരുമ്പോഴേക്കും ആ സമയത്ത് എൻ്റെ കയ്യിൽ ടേപ്പ് അളക്കാനായിട്ട് ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ അടുത്തു നിന്നൊക്കെ പോയി ഓടി ചില സമയത്തൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബോക്സ് ടേപ്പ് വാങ്ങിച്ച് 5 കളറിൽ 10 പീസാണ് കേട്ടോ ഈ ഒരു ടേപ്പ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ റേറ്റ് എത്രയായിരുന്നു? 120, 110 അത്രയാണ്. പിന്നെ കുറച്ച് സിബുകൾ കേട്ടോ, ഇൻവിസിബിൾ സിബായിട്ട് ഒരു കുറച്ച് പീസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സൂചി, കിങ്സിൻ്റെ സൂചി, മിഷ്യൻ സൂചിയും പിന്നെ ഒരു ഹെമ്മിങ് സൂചി. ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചത്. പിന്നെ അതുകൂടാതെ പിന്നെ കുറച്ച് അത്യാവശ്യം വേണ്ട നമ്മുടെ ത്രെഡുകൾ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വർത്തമാൻ്റെ ത്രെഡാണിത്. അപ്പോൾ അതിൽ തന്നെ വലിയ റോളായിട്ടുള്ളതും പിന്നെ കൂടാതെ നമുക്ക്
എംബ്രോയ്ഡറി മെഷീനിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ത്രെഡുകളും ഇതിൻ്റെ കൂടെ തന്നെ അവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പല കളറിൽ ഉണ്ട്, താഴെ കിടക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് അത്യാവശ്യത്തിനുള്ള ത്രെഡുകളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് KBC എന്നുള്ള ആ ഒരു ബ്രാൻഡാണ് എംബ്രോയ്ഡറി ത്രെഡ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നെ അതൊക്കെ നമ്മുടെ നോർമൽ സ്റ്റിച്ചിങ് ത്രെഡ്. അപ്പോൾ അത് നമുക്ക് എപ്പോഴും അത്യാവശ്യം പറയുന്നത് സാധനമാണല്ലോ. നമ്മൾ ഒരുപാട് കളറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള കളറ് കയ്യിൽ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് ത്രെഡുകൾ അങ്ങനെയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇപ്രാവശ്യം പോയപ്പോഴേക്കും വാങ്ങിച്ചു വന്നത്. പിന്നെ ഞങ്ങൾ ഇന്നലെ പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് കമ്മലും കൂടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ, അങ്ങനെ എടുത്തതാട്ടോ. അപ്പോൾ ഇതൊരു ജിമിക്കിയാണ്, ഹാങ്കിങ് ആയിട്ടുള്ള ഒരു ജിമിക്കി. പിന്നെ അടുത്തത് ഇതെല്ലാം 40 രൂപ വെച്ചായത്. ചെറിയ സൈസ് കമ്മലിന് മാത്രമാണ് 20 രൂപ വന്നത്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി അമ്മ എടുത്തതാണ്. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്കും വേണ്ടത് കൊണ്ടിട്ട്. പിന്നെ അതുമല്ല കമ്മലെന്ന് പറയുന്നത്, അതും ജിമിക്കി എന്ന് പറയുന്നത് എൻ്റെ ഒരു ഞാൻ എടുത്തോട്ടെ. ഇത് പിന്നെ ഞാൻ അടിയിലത്തെ ഇത് ശ്രദ്ധിച്ചില്ല, എനിക്ക് ഇത് മാത്രമായിരുന്നു വേണ്ടത്. പിന്നെ അതുപോലെ അടിയിലത്തെ ഞാൻ നമുക്ക് ഒരു കല്യാണത്തിനൊക്കെ പോകും. ഇതെല്ലാം 9 എടുത്തതാട്ടോ. 3 കമ്മലും അല്ല 3 എന്റെ 4 അമ്മയുടെ ഇത്രയും 9 എടുത്തതാട്ടോ ഈ 3 കമ്മലും. അപ്പോൾ ഇതും അതുപോലെ ഒരു ഹാങ്കിങ് ആയിട്ട് വരുന്ന ഒരു ജിമിക്കിയാണ്, ബ്ലാക്ക് മെറ്റലിൽ വരണ ഇങ്ങനെ വരണ ജിമിക്കിയാട്ടോ. പിന്നെ എന്താണെന്നറിയില്ല, എനിക്ക് ജിമിക്കിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. എനിക്ക് ജിമിക്കി ഇടുന്നതാണ് കമ്മലുകളിൽ കൂടുതൽ ജിമിക്കിയാട്ടോ എനിക്കിഷ്ടം. പിന്നെ എപ്പോഴും കടയിലൊക്കെ പോകുമ്പോഴേക്കും ഇപ്പം ഞാൻ ഈ ഒരു കമ്മലൊക്കെ എടുത്തപ്പോഴേക്കും എന്നോട് വഴക്ക് പറഞ്ഞിട്ടോ, എന്തിനാണ് ഇങ്ങനത്തെ കമ്മലൊക്കെ എടുത്തതെന്ന്. ഇതൊന്നും നമുക്ക് ഇഷ്ടമായില്ല. ഇതൊക്കെ 20 രൂപ അല്ല, ഇത് 20 രൂപ വെച്ചല്ലേ വന്നുള്ളൂ. അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഞാൻ അത് 20 രൂപ ആയുള്ളൂ. അതാണ് ഞാൻ അതൊക്കെ എടുത്തത്. പിന്നെ അടുത്തതും അതേപോലെ ഒരു ഹാങ്കിങ്ങിൽ വരുന്നത് ചെറിയൊരു മുന്തിരിക്കുലയുടെ ഒരു ഷേപ്പ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതൊരു പാണ്ടക്കമ്മൽ. ഇതെന്താണ് ഇത് അടിയിൽ തൂങ്ങി കിടക്കണൊക്കെ 2 പീസ് മാത്രം. പക്ഷെ നല്ലതല്ലേ ഹാങ്കിങ് ആക്കി കഴിയുമ്പോഴേക്കും. പിന്നെ നമുക്ക് വെച്ച് കാതിൽ വെച്ച് ഇട്ട് കഴിയുമ്പോൾ കുഴപ്പമില്ല. പിന്നെ അതുപോലെ ചെറിയൊരു മക്കളുടെ ഇതും ഇത് രാജാക്കന്മാരുടെ പിന്നെ കമ്മൽ പോലെ ഉണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കമ്മലും കൂടിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ട് എത്രണ്ണം മൊത്തം 7 എണ്ണം വാങ്ങിച്ചല്ലേ. അപ്പൊ എല്ലാം നമുക്ക് 40 രൂപ. ഈ വലിയ സൈസ് കമ്മലൊക്കെ ഇത് 3ഉം ഇത് 4ഉം 40 വെച്ചായി. പിന്നെ ഇതൊക്കെ 20 രൂപയൊക്കെ ആയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ 2-3 കമ്മൽ ഇങ്ങനത്തെ 20 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്നലെ പോയിട്ട് എടുത്തത് ഗൈസ്. ഇതെങ്ങനെയുണ്ട്? ഇതിഷ്ടായി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.